നല്ല ഇരുട്ടല്ലേ, ആരും കാണുന്നില്ലല്ലോ. ചിലപ്പോ ഈ പരിപാടികൾ നാളെ വലിയ ഗായകരായി മാറി ആര് കണ്ടു? കുറെ നേരം ആ ഫോണിൽ ലൈറ്റ് പിടിച്ചിരിക്കുന്ന 3 ചെറുപ്പക്കാരെ സുന്ദരമായ പിള്ളേർക്ക് വേണ്ടി അടുത്ത കാലം വീടിനകത്തുനിന്ന് ഒരു ലൈറ്റ് മാത്രം തന്നെ കാണിച്ചു. ആ ലൈറ്റ് കൂടിയിട്ട് വീടിനകത്തുനിന്ന് ഓടിയോ? അതെ, ഞാൻ പുള്ളിക്ക് വേണ്ടിയാണ് അടുത്ത പാട്ട്. ഭയങ്കര ആക്റ്റീവ്. ഇവിടെ എന്ത് പറ്റി? പഴയങ്ങനെയാണ് കുടിച്ചത്. ഒന്നാം രാഗം പാടി
എനിക്ക് തോന്നുന്നു എനിക്ക് ഫാസ്റ്റ് നമ്പറിനേക്കാളും കൂടുതൽ നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെലഡിയാണെന്ന്. പക്ഷെ എന്നാലും വേണ്ട, നമ്മുടെ ഒരു പ്രോഗ്രാം പറയുമ്പോൾ ഫാസ്റ്റ് നമ്പർ അടിച്ചുപോയി പാട്ടില്ലാണ്ട് പറ്റില്ലല്ലോ. ഈ ഒരു അടുത്ത പാട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഒരാളെ പോലും ഇവിടെ ഇരുത്താൻ ഡാൻസ് ചെയ്യിച്ചിട്ട് വീട്ടിൽ കിടത്തി ഉറങ്ങുള്ളൂ. റെഡിയാണോ? എന്നെ തോന്നിക്കാൻ റെഡിയാണോ? ആണെങ്കിൽ കൈയടിച്ചാൽ ചെയ്ത് മത്സരം നിൽക്കണ്ട. വെറുതെ ഞാൻ പറയാം, യാത്രക്കാരെ നിങ്ങൾ നാണം വിടരുത്, പറ്റില്ലെങ്കിൽ കൈയടിക്കരുത്. റെഡിയാണെങ്കിൽ നോടെ കൈയടിക്കാം. അഥവാ ഞാനാണ് തോന്നി പോയത് ഞാൻ ഇവിടെ വേണം മുട്ടുകൂട്ടിയിരിക്കും നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾക്ക് എന്നെ തോന്നിക്കാൻ പറ്റുമെങ്കിലും ചലഞ്ചിയാണ്. എവിടെയാണ് നേരത്തെ യോജിച്ചതൊക്കെ? ഒരാളെ തോപ്പികളെ മുട്ടുകൂത്തിയിരിക്കുന്നത് പറഞ്ഞ് ഇതുവരെ പാടാത്ത ആളുകൾ കണ്ട് കാറും. ഒരു പ്രാവശ്യം ഇവിടെ 5-6 പേര് പാടിയില്ല, എന്നിട്ട് ഞാൻ മുട്ടുകൂത്തൂല. അടുത്ത പ്രാവശ്യം ശരിയായ ചിലപ്പോൾ ഞാൻ വാക്ക് വലിക്കും. അയ്യോ, ഈ ഉടുപ്പ് ഇട്ടിട്ട് എങ്ങനെ മുട്ടുകുത്തും ഞാൻ? ഇങ്ങനെ പാടുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 3 പേര് പാടിയില്ലാത്ത പോലെ. എല്ലാരും പാടി, ആ വീട്ടിലെ ചേട്ടൻ മാത്രം പാടില്ല. അതുകൊണ്ട് ഞാൻ വാക്ക് പാടിക്കില്ല. പോട്ടെ, സാരമില്ല, ഇരിക്കട്ടെ. അന്ന് എനിക്കതറിയാം കേട്ടോ, എൻ്റെ യക്ഷച്ചിരി ഭയങ്കര ഫേമസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രോഗ്രാമിൽ പറഞ്ഞിട്ടില്ല, എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും തരണ്ട. പക്ഷെ ഞാൻ വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യക്ഷച്ചിരി ചിരിച്ചു കാണിക്കാം. വേണോ?
എന്താ ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ലേ?